ആഹാ. അല്ല വല്ല ബ്രോക്കർ പണിക്കും പോയി വന്നാണോ? ബ്രോക്കർ പണിയോ? അതിൻ്റെ പണി നിങ്ങളെ പണി അതല്ലേ? എൻ്റെ പണിയാവുന്നില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റ് മാനാണ്. അത് എന്നാ മാനാ? പുള്ളിമാനാണോ? പുള്ളിമാനൊന്നുമല്ല, കേഴമാൻ. പോകണമെന്നുള്ളത് നിനക്ക് എല്ലാം പറഞ്ഞാൽ മനസ്സിലാകുമോ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ഥലക്കച്ചവടം, പിന്നെ വണ്ടി കച്ചവടം, അങ്ങനെ എല്ലാം ഉണ്ട്. വണ്ടി കച്ചവടം. ഈ വണ്ടി കൊടുക്കാനുള്ള ഈ വണ്ടി കൊടുക്കും, വേണ്ടി നോക്കിയോ. നിനക്ക് ഓടിക്കാറിയോ? അല്ല, നിങ്ങൾ ഈ ബ്രോക്കർ പണിയല്ലേ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഈ വലിയ ഇത് പൊങ്ങച്ചം പറയുന്നതിനാ? ഞാൻ കണ്ടല്ലോ ഈയിടെ ആരാണ്ടെയും കൂട്ടിക്കൊണ്ടുവരുന്ന സ്ഥലം നോക്കാനാണ്. ആ സ്ഥലം നോക്കല അവനെ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് ആ സ്ഥലം വാങ്ങാൻ കൊടുക്കുക. ഇങ്ങനെ കണ്ണു മിഴിച്ചു നോക്കണേല്ല, അത് ഞാൻ മേടിക്കുന്നു, ഞാൻ വിൽക്കുന്നു. നിനക്ക് വേണോ സ്ഥലമല്ലോ? ഈ വണ്ടിയും ആ സ്ഥലമൊക്കെ കൊടുക്കാനുള്ള ആ റബ്ബർത്തോട്ടമൊക്കെ ഞാൻ മേടിച്ചിട്ടാണ് വിൽക്കാൻ വേണമെങ്കിൽ. വേണോ? നിനക്ക് വേണോ? പിന്നെ വലുതാണ് വേണ്ടേ? 100 ഏക്കറോ? 100 ഏക്കറോ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ആ, നിനക്ക് എത്ര ഏക്കറാ വേണ്ടേ അതങ്ങ് പറയാം. 5 സെൻറ്റ് മുതൽ 500 ഏക്കർ വരെ കൊടുക്കാം. അതാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ്. എന്നോട് അവിടെ ഒരു ചേച്ചി ചോദിച്ചു, ആ ബ്രോക്കറെ കണ്ടോന്ന്. അതാ ചോദിച്ചത്. ബ്രോക്കർ പിന്നെ അവർക്ക് എന്തോ 2 കോഴിയെ കൊടുക്കാം. കോഴിയോ? കോഴി നിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പറയുന്നില്ലേ? കോഴി കച്ചവടം ഞാൻ പറയുന്നില്ല. അത് നിനക്ക് പറ്റിയ പണിയാ കോഴി. നീ അത് തുടങ്ങ്. നിങ്ങൾ എങ്ങോട്ട് പോകുമ്പോൾ ആ ചേട്ടനില്ലേ, ആ ബ്രോക്കർ ചേട്ടനെ കണ്ടാവെന്ന് പറയണം. എനിക്ക് 2 കോഴിയെ കൊടുക്കാനുണ്ട്, ഒന്ന് കച്ചവടാക്കി തരാമോന്ന് ചോദിച്ചു. അതിനാ ഞാൻ. അപ്പോൾ നീ എന്നെ കളിയാക്കലുമായിട്ട് വന്നാ കോഴി കച്ചവടം. അതൊക്കെ നീ പിന്നെ പുതിയതായിട്ട് തുടങ്ങ്. കോഴി കച്ചവടം, പട്ടിക്കച്ചവടം ഒക്കെ. നിനക്ക് ഏറ്റവും നല്ല കഴുത കച്ചവടം. കഴുത വലിയ ബ്രോക്കർ റിയൽ എസ്റ്റേറ്റ് മാനാണ്. വേണമെങ്കിൽ മതി. നീ എന്തിനാ വലിയ കൂടുതൽ വർത്താൻ പറഞ്ഞ? വേണമെങ്കിൽ വേണ്ട. ഞാൻ നല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്, അവരെ കണ്ട് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഏത് കച്ചവടം നടത്തുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് വേറെ ആരും ഇല്ല ഇവിടെ. അതിപ്പോൾ നോക്കിയാലേ എൻ്റെ പേര് തന്നെ അവർ പറയുള്ളൂ. മുറിമുക്കനായിട്ടില്ല. ഇപ്പം നീ കണ്ടു, ഇപ്പം തന്നെ വിളിക്കും. ഇപ്പം ഞാൻ വണ്ടി എടുത്ത് പോവുകയും ചെയ്യും. എടുത്തല്ല, ഓടിച്ചോണ്ട് പോകും. അതിനാ സംശയം? പിന്നെ വഴിയിലാർക്കും പോണ്ടി വരില്ല.